വെൽക്കം ടു ശൈലൂസ് കുക്കിംഗ് വ്ലോഗ്. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു നാടൻ വിഭവവുമായി. ഇന്നത്തെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് പോയാലോ? അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: വെണ്ടയ്ക്ക അരിഞ്ഞത്, ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിക്കുക. കടുക്, വറ്റൽമുളക്, കറിവേപ്പില. നാടൻ കറിവേപ്പില കേട്ടോ, എൻ്റെ വീട്ടിലെ തന്നെ കറിവേപ്പിലയാണ്. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. ഉള്ളി ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ഇടാം. ഒന്ന് വഴണ്ടു വന്നു. അതിലേക്ക് പച്ചമുളക്, അരിഞ്ഞ് വെച്ച പച്ചമുളക്, വെണ്ടയ്ക്ക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ആദ്യം ഫോർക്ക് വെച്ചാണ് ഇളക്കുന്നത് കേട്ടോ. കാരണം എന്നാലേ അതിലെന്തെങ്കിലും നൂലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ചുറ്റി വരും. ഇതുണ്ടാക്കുന്നത് ആദ്യം ഫോർക്ക് വെക്കുന്നതാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വഴുവഴുപ്പൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പച്ച നിറം മാറി ഒരു ചെറിയ യെല്ലോയിഷ് ഗ്രീനായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പാകം. അപ്പോൾ എൻ്റെ ഒരു പൊടിക്കൈയുടെ ഇതിനകത്തുണ്ട്. എന്തെന്നറിയോ? അല്പം കായംപൊടി. അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക്. ഒരല്പം ഒരു കായംപൊടി കൂടി ചേർത്ത് ഒന്ന് പൊടിയൊന്ന് ഇളക്കി കൊടുക്കുക. അടിപൊളി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെർവിങ് പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഓക്കെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.
ഇതാ നമ്മുടെ ചൂട്